ശിവരാത്രി ദിവസം ആദ്യം തൊഴാൻ പോയത് കടപ്പാട്ടൂർ അപ്പനെയാണ്. ചേട്ടൻ്റെ മോളും കൂടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ വണ്ടി വിട്ടത് ഏറ്റുമാനൂർ അപ്പനെ തൊഴാനാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നിട്ടും ഞങ്ങൾക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി അവിടെ. ചേട്ടൻ്റെ മോളെ പിന്നെ നെടുമ്പാശ്ശേരിയിൽ കൊണ്ടുപോയി വിടണമായിരുന്നു. സോ ഞങ്ങൾ വേഗം ഏറ്റുമാനൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വണ്ടി വിട്ടത് നെടുമ്പാശ്ശേരിയിലോട്ടാണ്. അവളെ അവിടെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നേരെ ഞങ്ങളെ വടക്കുന്നാഥൻ വിളിച്ചു. സത്യം പറഞ്ഞാൽ അങ്ങനെ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നന്നായിട്ട് തൊഴാൻ പറ്റി. അടിപൊളി ഒരു വൈബായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി. സദ്യ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ സദ്യക്ക് നിന്നില്ല. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. ഞങ്ങൾ കൃത്യസമയം എത്തിയതുകൊണ്ട് നന്നായിട്ട് തൊഴാൻ പറ്റി. പിന്നെ നേരെ വണ്ടി വിട്ടത് ഞങ്ങളുടെ ആലുവയിലുള്ള ആലുവ മണൽപ്പുറം ശിവക്ഷേത്രത്തിലാണ്. ഇവിടെ എല്ലാ വർഷവും മുടങ്ങാതെ ഞങ്ങൾ ശിവരാത്രിക്ക് തൊഴാൻ വരാറുണ്ട്. രാത്രിയാണ് വരാറ്. 11 മണിക്കൊരു ആരതിയുണ്ട്, അതിന് തൊഴാനായിട്ട് വരാറുണ്ട്. ഇതേവരെ മുടക്കം വന്നിട്ടില്ല. അത്രയ്ക്കുള്ളൊരു വൈബാണ് ഇവിടെ വരുന്നത്. ശിവരാത്രി ദിവസം ഈ ആലുവ മണൽപ്പുറത്ത് പോകാൻ വെച്ചാൽ തന്നെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഉള്ളിൽ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും. ഭയങ്കര പൊടിയായിരുന്നുകൊണ്ട് ഞാൻ മാസ്ക് ഇട്ടാണ് നടന്നത്. അപ്പോൾ ബലികർമ്മങ്ങൾക്കായ ആൾക്കാരുടെ തിക്കും തിരക്കും ഉണ്ടായിരുന്നു.